മുൻപിൽ സജു ചാത്തന്നൂർ ഉണ്ടായിരുന്ന പ്രസംഗിച്ചെങ്കിൽ എല്ലാവരും എന്നെ ശരിയാക്കിയേനെ. പക്ഷെ 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ്, എനാഗുളയോ ലിറ്റിൽ ബോയും ആറ്റം ബോംബ് അവിടെ കൊണ്ട് വിതറിയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ലീഹന്മാരിൽ ഒരുവനായ അപ്പോസ്തലനായ പത്രോസ് പടകും വലയും വിട്ടിറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആറ്റം പൊട്ടുമെന്ന് സ്ലീഹനായ പത്രോസിനോട് പറഞ്ഞ ശാസ്ത്രീയ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ ഇന്ന് പകലും രാത്രിയും വചനം കാണുന്നവരെ, ആകാശം മാറിയാല്, ഭൂമി മാറിയാല്, പർവ്വതങ്ങൾ മാറിയാല്, കുന്നുകൾ വീണുപോയാല്, നക്ഷത്രങ്ങൾ പൊട്ടിയാല് മാറാത്തതെന്നേ ഉള്ളൂ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. നിങ്ങൾ അമേരിക്കയിലായാലും റഷ്യയിലായാലും ഗൾഫ് രാജ്യങ്ങളായാലും ഇന്ത്യയിലെ ഏത് പട്ടണങ്ങളിലായാലും ചങ്ക് കീറി ഒരു ദൈവദാസനാകുന്ന ഞാൻ പറയുന്നത്, മക്കളെ ഇത്രത്തോളം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു, ഇത്രത്തോളം ചരിത്രവും സയൻസും ബേസ് ചെയ്യാൻ കൃപ തന്നു. ഇതെൻ്റെ ഉള്ളിൽ പകർന്നു തന്നത് പരിശുദ്ധാത്മാവെങ്കിൽ വചനത്തിൽ കൂടി ഷെയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞുങ്ങളെങ്കിലും ഇത് കേട്ട് പ്രസംഗിക്കാനിടയാകും. സജു ചാത്തന്നൂരിൻ്റെ ആഗ്രഹം എൻ്റെ പേരെന്നല്ല, ഇത് കേട്ട് നോട്ട് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തിരുവചനം എടുത്ത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനിടയാകുക. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പടകും വലയും വിട്ട് ഹല്ലേലൂയ പെരുങ്കാറ്റും കൊടുങ്കാറ്റ് പടകിനകത്ത് ആഞ്ഞടിക്കുമ്പോൾ അയ്യോ യേശുവേ ഞങ്ങൾ മുങ്ങിത്താഴുമെന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ പടകിനകത്ത് നിന്ന് എടുത്തു ചാടിയവരെ മാറോട് സ്വർഗത്തിലെ ദൈവം ചേർത്തെങ്കിൽ ഇന്ന് പകലും രാത്രി സത്യവചനം കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ, നിന്റെ പടകിനകത്ത് ഒരു പക്ഷേ പ്രതികൂലം കാണും. നിന്റെ പടക് മുങ്ങുമാറാകും. പായുടെ കയറ്റുകൾ മാറിക്കിട്ട് ഒരു പക്ഷേ പടകിനുള്ളവർ പറയുന്ന മുങ്ങാൻ പോകുക. എന്നാൽ ഇന്ന് പകൽ വചനം കേൾക്കണം. ദ മൈറ്റി ടൈം ഓഫ് ജീസസ്, ഒരു അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണമെങ്കിൽ ഇന്ന് പകൽ ചില മണ്ഡലങ്ങളിൽ ഈ വചനമെത്തുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കുന്ന ദൈവജനം, മുട്ടുമടക്കുന്ന ചില സഹോദരന്മാർ വിശ്വാസത്തോടെ പറയണം, പടക് എത്ര ആഞ്ഞടിച്ചാൽ, പടക് മുങ്ങുമെന്ന് വിശ്വാസം വന്നാൽ ഞാൻ എടുത്ത് ചാടിയാൽ എനിക്ക് വേണ്ടി മാറോടണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രിയും പകല് ലോകരാഷ്ട്രങ്ങളിൽ ആർ യു സ്റ്റേയിങ് ഇൻ അമേരിക്ക ഓർ ആർ യു സ്റ്റേയിങ് ഇൻ ഗൾഫ് കൺട്രീസ്, അതർവൈസ് ആർ യു സ്റ്റേയിങ് ഇൻ യൂറോപ്പ്, അതർവൈസ് ഇൻ ന്യൂഡൽഹി, നോർത്തേൺ സ്റ്റേറ്റ്, ഇന്ന് ഈ വചനം നിന്റെ മീഡിയയിൽ കൂടെ ഒരുപക്ഷെ എത്തുമ്പോൾ ദൈവസന്നിധിയിൽ പറയണം, എൻ്റെ പടകിനകത്ത് നസ്രയനെ നോക്കി ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് മുങ്ങുന്നതിന് മുമ്പ്, ലോകമാകുന്ന ഗംഭീരവാരിധിയിൽ സകല തകർച്ചയും നടക്കുന്നതിന് മുമ്പ് പത്രോസിനെ മാറോട് ചേർത്തൊരു നാഥൻ മധ്യാകാശത്തിൽ നിന്ന് കാഹളവുമായി എന്നെ ചേർക്കുവാൻ വരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 6ാമത്തെ കാര്യം, ആറ്റം പൊട്ടും. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് 70,000-ഉം 2-ാം ദിവസം ഓഗസ്റ്റ് 8-ന് 80,000 പേരെ കൊന്നൊടുക്കിയപ്പോൾ ബൈബിളിൻ്റെ പ്രവചനം നിവർത്തി. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ആകാശത്തിനകത്ത് ബോംബ് കത്തി ഇറങ്ങിയപ്പോൾ ബൈബിളിൻ്റെ പ്രവചനം നിവർത്തിയായില്ലേ മക്കളെ? മൂലപദാർത്ഥം കത്തും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിയും. തീർന്നില്ല. അതിനുശേഷം ഏറ്റവും നിർണായകമായി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട ദൈവമക്കളെ? സ്തോത്രം. എന്താ സംഭവിക്കുന്നത്? ഏറ്റവും നിർണായകമായ സംഭവം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഭൂമിയും അതിലെ പണികളും വെന്തുരുകിപ്പോകും. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇത് വെന്തു പോകും. എന്നാൽ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പടിയല്ലാത്തൊരു നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. നീ കണ്ടത് ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. അടുത്തത്, രാസായുധം പൊട്ടുമോ? ബൈബിളിനകത്ത് അങ്ങനെ ഒരു പ്രവചനമുണ്ടോ? രാസായുധം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? അത് വരാൻ പോകുന്ന ഒരു പ്രവചനമാ മക്കളെ. സക്കറിയ പ്രവചനം 14:12 എടുത്തു വച്ചേക്കണം. രാസായുധം പൊട്ടിയാൽ മനുഷ്യന് എന്ത് സംഭവിക്കും? ബൈബിളും സയൻസും രാസായുധം പൊട്ടിയാൽ സകല കണ്ടുപിടുത്തങ്ങളുടെയും പിൻപിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ? അമേരിക്കക്കാരൻ ആരെ കൊന്നു? സദാം ഹുസൈനെ. സദാം ഹുസൈൻ ഒരു ഏകാധിപതി, ലോകം മുഴുവൻ പിടിച്ചടക്കാൻ പോയവ. അവന്റെ കെമിക്കൽ ബങ്കറിനകത്ത് രാസായുധമുണ്ട്. അത് പൊട്ടിയാൽ
മനുഷ്യന്റെ കണ്ണ് ചീഞ്ഞഴുകും, നാവ് പുഴുത്തുപോകും, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അഴുകും. അതുകൊണ്ട് സിറിയയിൽ രാസായുധം പ്രയോഗിച്ചു. 3000 കുഞ്ഞുങ്ങൾ. കേരളത്തിൽ ഒരു സ്ഥലമുണ്ട് എൻഡോസൾഫാൻ. കഴിഞ്ഞ ദിവസവും പത്രത്തിനകത്തുണ്ട് കാസർഗോഡ്. എൻഡോസൾഫാൻ ഈ രാസായുധത്തിൻ്റെ മൈന്യൂട്ട് മോഡലാണ്. ആ എൻഡോസൾഫാൻ ശ്വസിച്ച പല കുഞ്ഞുങ്ങളുടെ ഇന്ന് വളർച്ച മുരടിച്ചിരിക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ കൈകാലുകൾ തളർന്ന കുഞ്ഞുങ്ങൾ. കാസർഗോഡ് കശുമാവിനടിച്ച എൻഡോസൾഫാൻ്റെ മൂത്ത ചേട്ടന് വരാൻ പോകുന്ന രാസായുധം, കെമിക്കൽ വെപ്പൺ, അത് ചൈനക്കാരൻ്റെ ഉണ്ടെന്ന് പറയുന്നു. ഈ രാസായുധം സദാമിൻ്റെ ഉണ്ടായിരുന്നു. ഈ രാസായുധ സിറിയയിൽ രാസായുധം പ്രയോഗിച്ചു. പല രാജ്യങ്ങളിലെ രാസായുധമുണ്ട്. ഈ രാസായുധം പ്രയോഗിച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തെ എങ്ങനെ ബാധിക്കും? ഇതൊക്കെ ബൈബിളിലുണ്ടോ? രാസായുധം പൊട്ടിയാൽ ഇടയ്ക്ക് ഡിസ്പ്ലോഷൻ അഥവാ കെമിക്കൽ വെപ്പൺസിൻ്റെ ഒരു അനിമേഷൻ ഉണ്ടായിരുന്നു. യൂട്യൂബിനകത്തും ഇൻ്റർനെറ്റിനകത്തും ഒരു അനിമേഷൻ ആവിഷ്കാരം. രാസായുധം പൊട്ടിയ മനുഷ്യൻ. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. നമ്മുടെ നാവ് പുറത്ത് സ്വല്പം നീളം, പക്ഷെ നാവിന് ശക്തമായ നീളമുണ്ട്. രാസായുധം പൊട്ടിയപ്പോൾ അനിമേഷൻ ഞാൻ കണ്ടു. ഒരു ഏകദേശം 15 സെൻറ്റിമീറ്ററോളം ഈ നാവ് താഴോട്ട് വരുക, പഴുക്കുന്നു. ആ അനിമേഷനിൽ ഞാൻ കണ്ടു രാസായുധം പൊട്ടിയ കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്തോട്ടുന്തി വരുന്നു. രാസായുധം പൊട്ടിയ മനുഷ്യൻ്റെ മൂക്ക് പഴുക്കുന്നു. ഇന്ദ്രിയങ്ങൾ താഴോട്ടുള്ളതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. അനിമേഷൻ ഓഫ് കെമിക്കൽ എക്സ്പ്ലോഷൻസ്. അതിപ്പോൾ ഉണ്ടോയെന്നറിയത്തില്ല. ആ കെമിക്കൽ എക്സ്പ്ലോഷൻസ് അഥവാ കെമിക്കൽ വെപ്പണിൻ്റെ എക്സ്പ്ലോഷൻ. രാസായുധം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? ബൈബിളിനകത്തുണ്ടോ? വരുംകാല പ്രവചനത്തെ പറ്റി 2550 കൊല്ലം മുമ്പ്, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപിൽ 550 കൊല്ലം മുമ്പ് ഭക്തനായ സെക്കര്യാവ് എഴുതി വെച്ചു. സഭ എടുക്കപ്പെട്ടാൽ യഹോശാഫാത്ത് താഴ്വരയോടനുബന്ധിച്ച് വരാൻ പോകുന്ന ഹർമഗദോൻ യുദ്ധത്തിനകത്ത് രാസായുധം പൊട്ടുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിക്കും? ലോകം കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ. ഇത് അന്ത്യകാല പ്രഭാഷണമാണോ, തെറ്റിക്കുന്ന ഉപദേശമാണോ? കേൾക്കണം. ഇതാ മേലാൽ സംഭവിപ്പാൻ പോകുന്നത്. നീ കണ്ടത് മേലാൽ സംഭവിക്കുന്നത്. വായിക്കാൻ ദൈവത്തിന്റെ ദാസനെ സെക്കര്യാ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം ജാതികൾ ഹർമഗദോൻ താഴ്വരയിൽ വരുമ്പോൾ രാസായുധം പൊട്ടിയാൽ നാട്ടുകാർ കേൾക്കട്ടെ. സെക്കര്യാ 14:12 വായിച്ചിട്ട് മക്കളെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയായത്. അടുത്തത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. രാസായുധം കെമിക്കൽ റേഡിയേഷൻ ഏറ്റാൽ, രാസായുധത്തിന്റെ റേഡിയേഷൻ ഏറ്റാൽ മനുഷ്യന്റെ ശരീരം ചീഞ്ഞഴിഞ്ഞു പോകും. അടുത്തത്, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. എന്റെ പൊന്നു മക്കളെ, പച്ച മനുഷ്യന്റെ കണ്ണ് രാസായുധം പതിച്ചാൽ കൃഷ്ണമണി പഴുത്തുന്തി തള്ളി പുറത്തോട്ട് വരും. അടുത്തത്, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. നാക്കിനകത്ത് ഇൻഫെക്ഷൻ വന്ന് നാവ് പുറകോട്ട് മുൻപോട്ട് പുറത്തോട്ട് കിടക്കുന്ന നാവ് മുൻപോട്ട് വന്നിട്ട് എന്തോ ചെയ്യുമെന്നറിയാമോ? നാവ് ചീഞ്ഞഴുകി പോകും. മതി ദൈവദാസനെ കൂടുതൽ പറഞ്ഞാൽ ജനത്തിന് ദുഃഖം വരും. ദൈവത്തിന്റെ വചനം അനുഗ്രഹമാണോ? വചനത്തെ മറക്കുന്നവര് നിങ്ങൾ ഇത് ഓർത്തുകൊള്ളുവേ. യഹോവയുടെ ന്യായവിധി ദിവസം വരാൻ പോകുന്നു. സഭ എടുക്കപ്പെട്ടാൽ അന്നാളിൽ ജെറുസലേം ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കുമ്പോൾ, ഹർമഗദോൻ താഴ്വരയ്ക്കകത്ത് ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ, ആ യുദ്ധത്തിനകത്ത് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ആ യുദ്ധ കൊതിയന്മാർ രാസായുധം പ്രയോഗിക്കുമ്പോൾ, മക്കള് പച്ച മനുഷ്യന്റെ ശരീരം പൊട്ടും, മാംസം അഴുകും. അയ്യോ, കണ്ണ് തടത്തിൽ വെച്ച് കുഴിഞ്ഞു പോകും. മകനെ, മകളെ, നിന്റെ നാവിനകത്ത് ഇൻഫെക്ഷൻ വന്ന് പുറത്തോട്ട് തള്ളി പഴുത്തു പോകുന്ന ഒരു കാലം വരും. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. LSE എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, മാതാക്കന്മാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ദൈവദാസന്മാരെ, പഠിക്കുന്ന മക്കളെ, മകനെ, മകളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്നൊരിക്കൽ കൂടി പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം
നാമം, യേശുവിന്റെ നാമം. നീ മടങ്ങി വാ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിനക്ക് കാൽവറിയിൽ പരമയാഗമായെങ്കിൽ ഈ രാസായുധം പൊട്ടുന്നതിന് മുമ്പ്, നിന്റെ കണ്ണ് തടത്തിൽ അഴുകുന്നതിന് മുമ്പ്, നിന്റെ നാവ് ചെയ്യുന്നതിന് മുമ്പ്, മാംസം പൊട്ടുന്നതിന് മുമ്പ് എന്റെ കാന്ത് മധ്യാകാശത്തിൽ വരാൻ കാലമായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്റെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 2550 കൊല്ലം മുമ്പ് രാസായുധം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇറാഖിൽ കണ്ടെങ്കിൽ, സിറിയയിൽ കണ്ടെങ്കിൽ, സഭ എടുക്കപ്പെട്ടാൽ ഒരു മഹാകഷ്ട അന്ത്യനാളുകളിൽ വരാൻ കാലമായി. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 7 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു അക്കമിട്ട്. എനിക്ക് ശ്വാസത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ് റേറ്റ് വ്യത്യാസമുണ്ട്. എൻ്റെ ആഗ്രഹം ഒരു വ്യക്തിയെങ്കിലും ഇത് കേട്ടിട്ട് ബൈബിൾ ജീവൻ്റെ വചനം തുറക്കണം, ഗുപ്തമായതിനെ കാണണം, അവൻ്റെ വിടുതലിൻ്റെ വചനം അവൻ ഏറ്റെടുക്കണം, നിത്യതയുടെ വചനം അവൻ ഏറ്റെടുക്കണം. അനേക രാജ്യങ്ങളെ നേടുവാനുള്ള കൃപ അവൻ ഉണ്ടാകണം. അനേക കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ ചിലരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചെടുക്കട്ടെ. അതുകൊണ്ട് ഇല്ലാത്ത സമയത്ത് പോലും, ഈ കോവിഡിൻ്റെ പാൻഡമിക്കിൽ പോലും ഞങ്ങൾ ദൈവസന്നിധിയിൽ സത്യത്തിൻ്റെ വചനം മായവും കലർപ്പുമില്ലാതെ സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. കീൽക്കുഴികളെ പറ്റി കേട്ടു, ഇലക്ട്രിസിറ്റിയെ പറ്റി കേട്ടു, ആറ്റമിനെ പറ്റി കേട്ടു, ബൾബിനെ പറ്റി കേട്ടു, ഭൂമിക്കടിയിൽ അറകളുണ്ടതിനെ പറ്റി കേട്ട് കഴിഞ്ഞു, രാസായുധനത്തിനെ പറ്റി കേട്ട് കഴിഞ്ഞു. ആറ്റം വെപ്പൺ തീർന്നില്ല. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകുമോ? 2021 അവസാന ദിവസങ്ങളിൽ നാം ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഇര തേടുന്ന കഴുകൻ ആകാശമണ്ഡലത്തിൽ ഉയരുന്നത് പോലെ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇത് മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും? 1969 ജൂലൈ മാസം 25-ാം തീയതി നെയിൽ ആംസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യൻ 3.25 ലക്ഷം കിലോമീറ്റർ ചൊവ്വയിലേക്ക് പോയി. അവിടെ ഒരു സങ്കീർത്തനം എടുത്ത് പാടി. ആകാശവിധാനം യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ മനുഷ്യൻ ആകാശഗംഗ ഗാലക്സിയിൽ കടക്കുമെന്ന് ബൈബിളിലുണ്ടോ? ഇന്ന് ടെസ്ല, അതിൻ്റെ കമ്പനി ഒരു എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരുവനാ. അവൻ ദാ ശൂന്യാകാശത്തിലേക്ക് തിരുവനന്തപുരം ന്യൂഡൽഹി എക്സ്പ്രസിനകത്ത് ആളെ കയറ്റി വിടുന്ന പോലെ മിനിറ്റ് കണക്കിന് ശൂന്യാകാശത്തിലേക്ക് ആളെ കയറ്റി വിടുന്നു എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 69 മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയി. എത്ര പേര് പൊയ്ക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? ചൊവ്വയിൽ മനുഷ്യൻ പോകുന്നു. 5.25 കോടി കിലോമീറ്റർ, 125 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തുന്ന ചൊവ്വ. ആ ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകുന്നു. ആരാ പോകുന്നത്? പാലക്കാട്ടുകാരി ലേഖ, ശ്രദ്ധ, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി രാകേഷ് അന്യഗ്രഹങ്ങളിലേക്ക് പോകുന്നു. മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുന്നു. അനേകം പേരിപ്പോൾ അവിടെ പോകാൻ തയ്യാറ്. പല ഗ്രഹങ്ങളിലേക്കും വണ്ടി കയറ്റി വിടുന്നു, ആഹാര സാധനം കയറ്റി വിടുന്നു, പല കാര്യങ്ങളും കയറ്റി വിടുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കയറിപ്പോകുവാൻ തയ്യാറെടുക്കുന്നു. ബൈബിളിനകത്തുണ്ടോ? നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് ഭക്തനായ യഹൂദനായ പ്രവാചകൻ ഓബദ്യാവ് എഴുതി വെച്ചു, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ബൈബിളിനകത്തൊരു വാക്യമുണ്ടോ? ബൈബിള് സയൻസുമായിട്ട് ബന്ധമുണ്ടോ? മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. വായിക്കാൻ ദൈവദാസനെ, പ്രവചനങ്ങളുടെ നിവൃത്തിയായി ഇസ്രയേലിലെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായ ഓബദ്യാവ് എഴുതി വെച്ചു. ഓബദ്യാവ് 4 മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ഓബദ്യാവിന്റെ പ്രവചനം 4-ാമത്തെ വാക്യം. ബൈബിളുള്ള ചെറുപ്പക്കാർ ഇതെല്ലാം ഒന്ന് പഠിക്കട്ടെ, വചനത്തിന് വേണ്ടി ഇറങ്ങട്ടെ. ഓബദ്യാവ് 4 വായിച്ചട്ടെ. നീ കഴുകനെ പോലെ ഉയർന്നാൽ, നീ കഴുകനെ പോലെ ഉയർന്ന്
നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അയ്യോ, മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ കഴുകനെ പോലെ പറന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്ക്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ ബൈബിൾ നിരീശ്വരവാദികളെ, യേശു ഇല്ലെന്ന് പറയുന്നവര്, ബൈബിളിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്നവര്, ഈ വചനം നിങ്ങളൊന്ന് കേൾക്കുക. നീ കഴുകനെ പോലെ പറന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കും. 69 ചന്ദ്രൻ, എലോൺ മസ്ക്, ടെസ്ല ഗ്രൂപ്പ് ശൂന്യാകാശത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു. 2030 മാർസ് 1 മനുഷ്യൻ പറക്കാൻ പോകുന്നു. ചൊവ്വ പരിവേഷണം, ഇതെല്ലാം ബൈബിളിൽ ഉണ്ടോ? യേശു ക്രിസ്തു ഭൂജാതനാകുന്നതിന് മുമ്പ് 550 കൊല്ലങ്ങൾക്ക് പിറകിൽ ഭക്തനായ ഓബദ്യാവ് യെരൂശലേമിന്റെ തെരുവീതിയിൽ നിന്ന് പറഞ്ഞു, മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താൽ അതിന്റെ നടുവിൽ നിന്ന് ഞാൻ ഇളക്കുമെങ്കിൽ ഇന്ന് പകൽ നാം ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാനൊരു വീടുണ്ടോ? പണമുള്ളവര്, സയൻസ് അറിയാവുന്നവര്, ചൊവ്വായി ഒരുങ്ങിയിരിക്കുന്നവര്, ആകാശവും ഭൂമിയൊക്കെ വീഴാൻ കാലമായി. ഈ നക്ഷത്രത്തിനൊന്നും കാലാവധിയില്ല. എന്നാൽ നമുക്കൊരു വീടുണ്ട്. ഏതാ? നിത്യമായൊരു വീട്, ശാശ്വതമായൊരു ഭവനമൊരുക്കി നാഥൻ വരാറായി. 8 സയന്റിഫിക് ഇക്വേഷൻസ് വി വിൽ ടീച്ച് ഇൻ ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ വചനത്തിൽ കൂടി പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ബൈബിൾ സയൻസ് മനുഷ്യന്റെ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുമോ? മെഡിക്കൽ കോളേജിൽ പെടില്ലേ വരുന്നത്? കണ്ണ് മാറ്റുന്നതും കൈമാറ്റുന്നതും തല മാറ്റുന്നതുമായ ടെക്നോളജികൾ ഇപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് മനുഷ്യന്റെ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുമോ? എത്ര പേർക്ക് കാര്യമറിയാം? മനുഷ്യന്റെ അവയവം അന്ത്യകാലത്ത് കൈമാറ്റം ചെയ്യുമോ? കിഡ്നി മാറ്റുന്നു, ലിവർ മാറ്റുന്നു, ഓരോ അവയവങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു. മനുഷ്യന്റെ അവയവം മാറ്റുന്ന ശസ്ത്രക്രിയകൾ ലോക രാജ്യത്തിനകത്ത് നടക്കുന്നു. ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മനുഷ്യന്റെ അവയവ കച്ചവടം അന്ത്യകാലത്ത് കണ്ടോ? തെളിവ് സഹിതം ഞങ്ങളുടെ മീഡിയയിലെ കുഞ്ഞുങ്ങൾ അത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 14 വർഷം ശീതീകരിച്ച് സൂക്ഷിച്ച അണ്ടാശയ കോശം ഉപയോഗിച്ച അമ്മ ഗർഭം ധരിച്ചു. മരിച്ച അപ്പന്റെ അണ്ടാശയം എടുത്തിട്ട് 14 വർഷം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി. എത്ര ക്ലിയർ! ദാ കിടക്കുന്നു വിശാൽ, തിരുവനന്തപുരത്ത് മരിച്ചു. പോലീസിന്റെ ഹെലികോപ്റ്ററിനകത്ത് അവന്റെ 8 അവയവങ്ങൾ അമൃതയിലും ലേക്ക് ഷോറിൽ ചെന്നൈ അപ്പോളോയിലും കൊണ്ട് മനുഷ്യന്റെ അവയവം മാറ്റിവെച്ച് മരണക്കിടക്കയിൽ കിടക്കുന്നവന് ജീവൻ കൊടുത്തു. ബൈബിളിനകത്തുണ്ടോ? ഇതാ മരണം ഇവിടെ തോറ്റുപോയിരിക്കുന്നു. കണ്ടോ മക്കളെ? കിഡ്നി മാറ്റാം, ലിവർ മാറ്റാം, ഹാർട്ട് മാറ്റാം, ഇപ്പൊ തലവര മാറ്റാം. ചൈന കണ്ടുപിടിക്കാൻ പോന്നു. ഇതൊക്കെ ബൈബിളിനകത്തുണ്ടോ? ഉമ്മാക്കി കഥയാണോ? അമ്മൂമ്മ കഥയാണോ? മുഴുവൻ തെളിവോടെ ബൈബിളിനകത്തുണ്ട്. മനുഷ്യന്റെ അവയവം മാറ്റാ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇന്ന് ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നില്ലേ? ട്രെയിൻ വിൽക്കുന്നില്ലേ? എയർ ഇന്ത്യ വരെ വിറ്റ് കഴിഞ്ഞില്ലേ? തീർന്നില്ല. ഇവിടെ മാള് വരുന്നില്ലേ? റിലയൻസ്, ആദിത്യ, മോർമോർ, പെൻഡലൂൺ, വാൾമാർട്ട്, ഇതെല്ലാം വരുന്നില്ല. ടെസ്ല, ഇതിന്റെ മദർ മാള് സഭ എടുക്കപ്പെട്ടാൽ ഇറാഖിനകത്തൊരു മാള് വരുന്നുണ്ട്. മഹദിയാം ബാബിലോൺ, ട്രേഡ് ബാബിലോൺ. ആ ട്രേഡ് ബാബിലോണിനകത്ത് മനുഷ്യന്റെ അവയവങ്ങൾ തെരുവിൽ കിട്ട്, ചന്തയിൽ കിട്ട്, മെഡിക്കൽ സ്റ്റോറിൽ കിട്ട്. ഇന്ന് പ്ലെയിനകത്ത് കൊണ്ടുപോകുന്ന, ഇന്ന് ട്രെയിനകത്ത് കൊണ്ടുപോകുന്ന, ഹെലികോപ്റ്ററിനകത്ത് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ അവയവങ്ങൾ മാർക്കറ്റിനകത്ത് വിൽക്കുമെന്ന് ഞങ്ങൾ
തങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാ വായിക്കാം? ദൈവദാസന് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ബൈബിളും സയൻസും തമ്മിലുള്ള ബന്ധം. മനുഷ്യന്റെ അവയവം കമ്പോളത്തിൽ വിൽക്ക്. വെളിപ്പാട് 18:13 വായിച്ചാട്ട് മക്കളെ. വെളിപ്പാട് 18:13. ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം. ലവംഗം, ഏലം, മൂറ്, കുന്തിരുക്കം, ധൂപവർഗം. അടുത്തത് വീഞ്ഞ്, എണ്ണ, നേരിയമാവ്, കോതമ്പ്. അടുത്തത് കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യ പ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു. തെരുവോരങ്ങളിൽ മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ പ്രാണൻ വിൽപ്പന ചരക്കാക്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് രക്ഷാ സന്ദേശത്തിന്റെ സുവിശേഷകനായ പത്മോസിന്റെ കാരാഗ്രഹത്തിൽ വീണപ്പെട്ട യോഹന്നാനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടുന്ന കാലം, മനുഷ്യന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കാലം, മനുഷ്യന്റെ കണ്ണ് മാറ്റുന്ന കാലം, മനുഷ്യന്റെ കുടല് മാറ്റുന്ന കാലം, തലവര മാറ്റുന്ന കാലം, അവയവങ്ങൾ റീപ്ലാന്റ് ചെയ്യുമെന്ന് ബൈബിളും സയൻസും അടിസ്ഥാനമാക്കി പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ എഴുതിയ പ്രവചനം കണ്ട തിരുവനന്തപുരമേ, കണ്ട ചെന്നൈയെ, കണ്ട ദുബായെ, കണ്ട അമേരിക്കയെ, കണ്ട ചൈനയെ, ദൈവമക്കളെ ഇതാ കാലം തീരാറായി, എന്റെ കാന്തൻ വരാറായി. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. ഇസ്രായേലേ, ഇസ്രായേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. മക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന ബന്ധത്തിൽ ഞാൻ പല കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹത്വാനായ ദൈവം കൃത്യമായിട്ട് എന്നോടൊരു ദൂത് പറഞ്ഞതാ. ബൈബിളും സയൻസും പ്രവചനങ്ങളും ഒന്ന് തൊട്ടുവെക്കണം. 9 പ്രവചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ സയൻസിനെ ഇക്വേറ്റ് ചെയ്ത് ബൈബിളിൽ കൂടി കീലും ഭൂമിക്കടിയിൽ കീൽക്കുഴികളും ഇലക്ട്രിസിറ്റിയും ആൽവ എഡിസന്റെ ബൾബും അതിനപ്പുറത്തേക്ക് രാസായുധം പൊട്ടുമെന്നും തീർന്നില്ല, ആറ്റമായുധം പൊട്ടുമെന്നും മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും തീർന്നില്ല. അത് കഴിഞ്ഞ് ഏറ്റവും നിർണായകമായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്, സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് തുടങ്ങി. മനുഷ്യൻ്റെ അണ്ടത്തിൽ നിന്ന് യുവതിയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു ജീൻ കൊടുക്കുമ്പോൾ അഥവാ അണ്ടമാടിയുമ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടാം. തിരുവനന്തപുരത്ത് ഒരു മോൻ മരിച്ചു, വിശാൽ. അവൻ്റെ അവയവങ്ങൾ ലേക്ക് ഷോറിലും അമൃതയിലും ചെന്നൈ അപ്പോളോ വരെ കൊണ്ടുപോയി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. മനുഷ്യൻ്റെ അവയവങ്ങൾ. കുഞ്ഞേ, മരണം ഇവിടെ തോറ്റു, ട്രാൻസ്പ്ലാന്റേഷൻ വിജയിച്ചു. രക്ഷാസുവിശേഷകനായ യോഹന്നാൻ പത്മോസിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വർഗം പകർന്ന ദൂത മനുഷ്യന്റെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ബൈബിൾ ലോക സത്യങ്ങളെ വിളിച്ചറിയിക്കുന്നു. ബൈബിൾ സയൻസിനോട് ഏകീഭവിക്കുന്നു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ഇല്ല, ആധുനിക യുഗത്തിൽ വരാൻ പോകുന്ന ഒരു മൈക്രോ ചിപ്പ്, അതിനെപ്പറ്റി ബൈബിൾ എന്ത് പറയുന്നു? ഇനി മനുഷ്യന്റെ കയ്യിൽ വരാൻ പോകുന്നത് ഒരു മൈക്രോ ചിപ്പാണ്. അതിനെപ്പറ്റി വിശുദ്ധ തിരുവെഴുത്ത് എന്ന് പറയുന്നു? മനുഷ്യന്റെ കൈമേലിൽ ATM കാർഡ് മാറി ഒരു മുദ്ര വരുമെന്ന്. ഇത് ലോകത്തെ ഒരു സവും പറഞ്ഞിട്ടില്ല, ഒരു മതഗ്രന്ഥവും പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ കൈമേളിൽ ഒരു സീല് വരും, വാങ്ങുവാനും വിൽക്കുവാനും. ഇപ്പോൾ അത് വന്നില്ലേ? കോവിഡ് വാക്സിനിൽ ബാർകോഡും QR കോഡുമെങ്കിൽ വാങ്ങുവാനും വിൽക്കുവാനും നമ്മുടെ കയ്യിൽ ഒരു ATM കാർഡ് വന്നില്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് മാറാൻ പോകുന്നു. പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരിയുടെ ഒരു റൈസിന്റെ പകുതി വലിപ്പമുള്ള ഒരുത്തനെ കൈ വെച്ചാൽ, മനുഷ്യന്റെ കയ്യിൽ മുദ്ര കൊടുത്താൽ വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. ബൈബിൾ റെഡിയായില്ലേ? മൊട്ടറോള കമ്പനി അത് ശരിയാക്കിയില്ലേ? ഓസ്ട്രേലിയയിൽ കൊടുത്തു. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ്. പലതും സജുജാത്തന്നൂർ എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവൻ പ്രസംഗിക്കുമ്പോൾ പലരും പറയും, പാസ്റ്റർ മതിൽ കടക്കുന്നു, അതിര് കടക്കുന്നു, ബൗണ്ടറി കടക്കുന്നു, ഇല്ലാത്തത് വിളിച്ചു പറയുന്നു. ഇതൊക്കെ കൊല്ലം മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞതാ. ഇതെല്ലാം തെളിവ് വരും. കണ്ടോ, മനുഷ്യരിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ഒന്നാമത്. ബൈബിൾ പ്രവചനം തെളിയുന്നു. ഇതെല്ലാം സ്കാൻ ചെയ്ത് മീഡിയയിൽ വരും. മനുഷ്യരിൽ മൈക്രോ ചിപ്പ് പിടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ഒന്നാമത്. ഇതിനാധാരമായ നരേന്ദ്രമോദി സാർ നേരത്തെ പറഞ്ഞത് ആയുഷ്മാൻ ഭാരത് വരാൻ പോകുന്നു. ലോകം
വിരൽ തുമ്പിലേക്ക് അതെല്ലാം ഒരു കാർഡ് വെച്ച് വരാൻ പോകുന്നെങ്കിൽ ഒരു മുദ്ര കൊണ്ടുവരും. ബൈബിളിനകത്തുണ്ടോ മനുഷ്യരിൽ മൈക്രോ അല്ലെങ്കിൽ സിലിക്കോൺ ചിപ്പ്, ഇങ്ങനൊരു ചിപ്പ് വരുമോ? സയൻസ് ബൈബിൾ വായിക്കാം. വെളിപ്പാട് 13, 16, 17, 18 വീണ്ടും കണ്ടിന്യൂഷൻ, അത് വീണ്ടും വരുന്നുണ്ട്. വെളിപ്പാട് 13, 16, 17, 18 ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 13-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യം. അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. മതി, സംഖ്യ ഇവിടെ തുടർന്ന് അടുത്തതിൽ. അങ്ങനെയെങ്കിൽ ഒരു മുദ്ര കയ്യിലേക്ക് വരും. മക്കളെ, ഇന്നത്തെ ഒരു ATM കാർഡിട്ട് പെട്രോൾ അടിക്കാം, ആഹാരം കഴിക്കാം, മൊബൈൽ ചാർജ് ചെയ്യാം. ഇതെല്ലാം 4 മുദ്രകളിൽ. സിലിക്കോൺ, DNA തീർന്നില്ല, ഇത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് സഭയെടുക്കപ്പെട്ടാൽ, ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങാ. തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഹൈവേ തുടങ്ങിയതുപോലെ മൊട്രോള കമ്പനിയാ ആസ്ട്രേലിയ സ്റ്റാർട്ട് ചെയ്തത്. വേണമെങ്കിൽ എടുക്കാൻ നിർബന്ധമല്ല, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വന്നിട്ടില്ല. ആന്റി ക്രൈസ്റ്റ് വന്നാൽ കറൻസി മുഴുവൻ നിരോധിക്കും. ഇതുപോലെ ATM-ലെ മുദ്ര കയ്യിലേക്ക് വരും. നാനോയും സിലിക്കോണും DNA-യും. അർത്ഥം, സഭയെടുക്കപ്പെട്ടാൽ മുദ്ര കൊണ്ട് ക്രയവിക്രയം നടക്കും. മാർക്കല്ല, ബീസ്റ്റ് മാർക്ക് അടയാളം, ഇത് മുദ്ര. ക്ലിയർ. പഞ്ച് ചെയ്തതും പച്ച കുത്തിയതുമല്ല. ദാ കിടക്കുന്ന പഞ്ചാബിൽ നിന്ന് വരുന്ന അരിയുടെ 1 ഗ്രാം അരി പോലും ഇല്ലാത്ത ആ പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണിയുടെ അരിയുടെ ഒരു പകുതി മതി കൈമേൽ വെച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെ നിയന്ത്രിക്കാം, ക്രയവിക്രയം നടത്താം. ബൈബിള് സയൻസുമായിട്ട് ബന്ധമുണ്ടോ? പത്മോസിന്റെ ഏകാന്തതയിൽ കൊത്തിവലിക്കുന്ന കഴുകന്, ഹല്ലേലൂയ, അസ്ഥികഷം പറക്കുന്ന പരുന്ത്, ആകാശമുട്ട കരിമ്പനക്കൂട്ടത്തിന്റെ നടുവിൽ ധന്യനായ എൻ്റെ യോഹന്നാൻ അപ്പോസ്തലൻ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാറക്കൂട്ടത്തിനകത്ത് നിലവിളിക്കുമ്പോൾ ശാസ്ത്രവും ബൈബിളുമായിട്ട് സ്വർഗത്തിലെ ദൈവം പകർത്തി കൊടുത്തു. മുദ്രയുള്ളവന് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. ഇന്ന് ഈ സുവിശേഷം ആരെങ്കിലും പ്രസംഗിക്കൂ? ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറക്കിയ പിള്ളേർ മോഡേൺ വണ്ടി വർക്ക്ഷോപ്പ് തുടങ്ങുന്ന പോലെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ദുഃഖിക്കരുത്. അവരുടെ പേര് ന്യൂ ജനറേഷൻ. സത്യ ഉപദേശം പറയത്തില്ല, രക്ഷ പറയത്തില്ല, മാനസാന്തരം പറയത്തില്ല. അനുഗ്രഹം, അനുഗ്രഹം. ആരോഗ്യമുള്ള ശരീരം തരും, നല്ല വീട്ടിനെ തരും, കാടിലാ കാറിനെ തരും, പറക്കും കാറിനെ തരും. സ്തോത്രം. അന്ത്യകാലത്ത് തെറ്റിക്കുന്ന ഉപദേശക്കാർ വരും. മക്കളെ, വചനം മനസ്സിലാക്കണം. നിന്നെ നിത്യതയിലെത്തിക്കുവാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. അതാ വിശുദ്ധ തിരുവചനം. വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഒരിക്കലായി എൻ്റെ യേശു അർപ്പിക്കപ്പെട്ടെങ്കിൽ താമസം വിന അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് വരും. വായിക്കാം. എബ്രായ ലേഖനം 9:28 പൗലോസ് ലീഹ ധന്യൻ ചൊല്ലിയിരിക്കുന്നു. എബ്രായ ലേഖനം 9 അതിൻ്റെ 28-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 9-ാം അധ്യായം 28-ാമത്തെ വാക്യം എബ്രായ ലേഖനം വായിച്ചാട്ടെ മക്കളെ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ, ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. കണ്ടോ, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ കാൽവറി മലയ്ക്കകത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ അർപ്പിക്കപ്പെട്ടു. പരമയാഗം. അടുത്തത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഇന്ന് രാത്രി അമേരിക്കയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ദുബായിലിരിക്കുന്ന മക്കളെ, നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരിരിക്കുന്ന സഹോദരന്മാരെ, കേരളക്കരയിൽ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ,
അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, പൗലോസ്ലീഹ ധന്യൻ ചൊല്ലി എബ്രായ ലേഖനത്തിൽ കുറിപ്പെടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കായി കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇതാ മഹത് പ്രത്യക്ഷത, പാപം കൂടാതെ എൻ്റെ നാഥൻ രണ്ടാമതും മടങ്ങി വരും. ഇന്ന് ഈ സന്ദേശം എവിടേക്ക് എത്തുന്നു? മകനെ, മകളെ, നീ നിന്റെ രാജാവിന് സൗന്ദര്യത്തോടെ ദർശിക്കും. നീ വിശാലമായ ദേശം കാണും. യെശയ്യാവ് പറയുന്നു, കൂലിയും പ്രതിഫലവും തരും. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ദൈവത്തിൻ്റെ ദാസനെ, പാടുന്ന മോനെ, മോളെ, ആരും നിനക്ക് പ്രതിഫലം തരുന്നില്ലേലും കൂലിയും പ്രതിഫലവുമായി യേശു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷം മുമ്പ് യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, അവൻ്റെ മക്കൾ നിനക്ക് കൂലിയും പ്രതിഫലവുമുണ്ട്. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? നീ കണ്ടത് ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. ഇന്ന് പണ്ടത്തെ യോഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാർ പറയും, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. സ്വോത്രം. ഇപ്പം ഞങ്ങൾ പെന്തിക്കോസ് പാസ്റ്റർമാരൊക്കെ വളരെ വേഗം വരണമെന്ന് പറയുന്നില്ല. 10 കാശും കിട്ടണം, എവിടെങ്കിലുമൊക്കെ രാജ്യത്ത് പോകണം. അതൊന്നുമല്ല, വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. ആദിമസഭയിൽ പൗലോസും പത്രോസും എല്ലാം പറഞ്ഞു, മാറാനാഥാ, യേശുവേ വരണമേ. പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പോയി അവൻ മടങ്ങി വരും. വായിക്കാം, അവസാനിപ്പിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 22:12 എന്ന് പറയുന്നു, യേശു മടങ്ങി വരുമോ? റെവലേഷൻ ചാപ്റ്റർ 22:12 പ്രഭാഷണം അവസാനിപ്പിക്കാം. വെളിപ്പാട് 22:12 വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് പകലും വചനം കേൾക്കുന്നവരെ, ഇന്ന് രാത്രി US-ൽ ശ്രദ്ധിക്കുന്നവരെ, പ്രഭാതത്തിൽ UK-യിൽ ഇരിക്കുന്നവരെ, അറബ് രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങള്, ഇതാ ഞാൻ വേഗം വരുന്നു. അടുത്തത് ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. മക്കളെ, പുസ്തകം മുദ്രയിടുമ്പോൾ കാരാഗ്രഹമായ പത്മോസിനകത്ത് വയോധികനായ യോഹന്നാൻ ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് പകൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓരോരുത്തന് അവനവന് പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. യേശു പറഞ്ഞു, പോയതുപോലെ ഞാൻ മടങ്ങി വരും. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ മടങ്ങി വരും. തീർന്നില്ല. ദൂതൻ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയ യേശു മടങ്ങി വരും. നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കുവാൻ സമയമായി. ഇന്ന് രാത്രി എവിടെങ്കിലും ആണെങ്കിൽ, ഹല്ലേലൂയ, പകൽ എവിടെങ്കിലും ആണെങ്കിൽ, ഇന്ന് പകൽ നീ ഒന്ന് മുട്ടുകുത്താൻ തയ്യാറാകുക. ദൈവസന്നിധിയിലേക്കൊന്ന് താഴ്മയോടെ കടന്നു വരാൻ തയ്യാറാകുക. നമ്മുടെ ബൈബിളിലെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ അപ്പുറത്തേക്കാൾ പ്രവചനങ്ങളുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ ഇന്ന് രാത്രി സയൻസിൻ്റെ ഇക്വേഷനായിട്ട് ഞാൻ പറഞ്ഞു. കീഴ്ക്കുഴികളുണ്ട്, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ കത്തുന്നു, ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. തീർന്നില്ല. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. ആറ്റം പൊട്ടുമെന്ന്, രാസായുധം പൊട്ടിച്ചിതറി മനുഷ്യൻ്റെ ശരീരം അഴകുമെന്ന്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചൊവ്വയിലേക്ക് കടക്കുമെന്ന്. തീർന്നില്ല മക്കളെ, മാളുകൾ വരുമെന്ന്. തീർന്നില്ല, മനുഷ്യൻ കൈ സിഗ്നേച്ചർ മാറി കൈയുടെ ഫിംഗർ പ്രിന്റ് വരുമെന്ന്. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. അവസാനമായി പറഞ്ഞു, വാങ്ങുവാനും വിൽക്കുവാനും മുദ്ര വരെ വരും. എന്നാൽ ഇന്ന് രാത്രിയും പകലും എവിടെ നിന്ന് കേട്ടാൽ കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറായി. സാത്താൻ പിൻപിൽ കോവിഡിൻ്റെ എൻഡിൽ QR കോഡും ബാർകോഡും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒരു മുദ്രയുമായി രംഗപ്രവേശം ചെയ്യാൻ തുടങ്ങുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പരിശുദ്ധാത്മാവിൻ്റെ കാഹളം, ഔ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ ചങ്കിനകത്ത് ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്കുക. ആ കാഹളത്തിങ്കൽ നാം രൂപാന്തരപ്പെട്ട് പ്രിയന്റെ വരവിനെടുക്കപ്പെടാൻ കാലമായി. സഹോദര സഹോദരി, വചനം എത്ര കേട്ടു, എത്ര പ്രസംഗങ്ങൾ കേട്ടു, ഇക്വേഷൻസ്, സയന്റിഫിക് തെളിവുകളും ഇന്ന് പകലും വചനത്തിൽ കൂടി ഞങ്ങൾ കൈകാര്യം ചെയ്തു. മകനെ, മകളെ, ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? പ്രവചനങ്ങളെല്ലാം നിവർത്തിയായി. ഈ പകൽ പ്രസംഗിച്ച പല പ്രവചനങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വരുവാനുള്ള കാര്യങ്ങളും ഇതിനകത്ത് കണ്ടു. മക്കളെ, വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല.